ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രാജുവിനെയാ. ഞാൻ ഒരിക്കലും സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ലല്ലോ. ഒന്നും അച്ഛന്റെ തെറ്റല്ല, എല്ലാം എന്റെ തെറ്റ്. രാജു എനിക്ക് തന്ന പ്രത്യേക പരിഗണനയും കരുതലും എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്ന എന്റെ അച്ഛന്റെ പ്രിയപ്പെട്ടവനെ ഇപ്പോഴും അറിയാതെ പതിയെ ഞാൻ സ്നേഹിച്ചു പോയി. അച്ഛനോടല്ലെങ്കിൽ ചെറിയമ്മയോടോ ചെറിയച്ഛനോടോ അപ്പനോടോ ആരോടെങ്കിലും ഞാനത് പറയേണ്ടതായിരുന്നു. മനസ്സിലൊരാളോട് ആദ്യമായിട്ട് തോന്നിയ ഇഷ്ടം അയാളും എനിക്ക് തിരിച്ചു തരുമെന്നും അച്ഛന്റെ പ്രിയപ്പെട്ടവനെ അച്ഛൻ എനിക്ക് വിവാഹം ചെയ്ത് തരുമെന്നും ഞാൻ സ്വപ്നം കണ്ടു. നീ ആഗ്രഹിച്ചാലും പ്രതീക്ഷിച്ചാലും ഒരു തെറ്റുമില്ല മോളെ. നീ ചിന്തിച്ചത് ശരിയാ. പക്ഷേ നിന്നെ കേൾക്കാനുള്ള മനസ്സ് ഞാൻ കാണിച്ചില്ല. അവിടെയാ തെറ്റ് സംഭവിച്ചത്. സോറി മോളെ. എന്താ ചെയ്ത് അച്ഛൻ എന്നോട് സോറി പറയുന്നു? ഞാനാണ് നിങ്ങളെല്ലാവരോടും മാപ്പ് ചോദിക്കേണ്ട. എന്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹത്തിന് പിന്നാലെ ഈ വീട്ടിലുള്ള എന്നെ സ്നേഹിക്കുന്ന ആരെക്കുറിച്ചും ചിന്തിക്കാതെ ഞാൻ എടുത്തു ചാടി. തെറ്റ് എന്റെ ഭാഗത്ത് അച്ഛൻ. ഞാന് അച്ഛനോടും രാജുനോടും എല്ലാവരോടും ക്ഷമ ചോദിക്കേണ്ട. ഞാനാ തെറ്റ് ചെയ്തത്. അച്ഛാ, സമയം ഒരുപാട് ലേറ്റായി. നീ ഉറങ്ങിക്കോ മോളെ. സഹിക്കാനാവാത്ത വിഷമങ്ങൾ കരഞ്ഞു തീർത്താൽ മനസ്സിന്റെ ഭാരം കുറയുമെന്നാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടു പോയേക്കാം. ആ വേദന ജീവിതകാലം മുഴുവനും ചിലപ്പോ നമ്മളെ വേട്ടയാടിയേക്കാം. മുന്നോട്ട് ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും ഓർമ്മകൾ നമുക്ക് തരുന്ന വേദനകൾ പുതിയ പാഠങ്ങളാക്കി ജീവിക്കാൻ നീ പഠിക്കണം. ഇപ്പൊ നിനക്ക് തരാൻ അച്ഛൻ ഈ ഉപദേശം മാത്രമേ ഉള്ളൂ.
മോനെ, എന്താടാ മോനെ, നിനക്കിത് എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ദാ, കുടിക്ക്. കുടിക്ക്. എല്ലാം ഒരു സ്വപ്നം കഴിയുന്ന പോലെ എല്ലാം കഴിഞ്ഞങ്ങ് തീർന്നു. വീട്ടിലേക്ക് വന്ന ഭാഗ്യദേവത തിരികെ പോയി. ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായി. രാജു, രാജു, ഏ? രാജു, ഋതിക മേഡോ, രാജു, 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 ലതിക മേഡം അല്ലേ? രാജു, കഥക് തുറക്ക്. രാജു, രാജു, മേഡം എന്താ എന്താ? രാധമ്മ, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല രാധമ്മ. ഞാൻ എങ്ങനെ അവിടെ? എനിക്ക് പറ്റില്ല രാധമ്മ. മോൾ എങ്ങനെ ഇവിടേക്ക് വന്നത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാ രാധമ്മ. എനിക്ക് എനിക്ക് ഈ വീട് മതി. എന്റെ രാധമ്മയും എന്റെ വേണുവെങ്കിലും നിങ്ങൾ എല്ലാവരും മതി. ഞാൻ അവിടെ പോവില്ല, പോവില്ല. മോളെ, രാജു, ഋതിക മോള് പറയുന്ന നീ കേട്ടില്ലടാ. നീ എന്തിനാടാ മോളെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് വർമ്മ സാറിനോട് പറഞ്ഞത്? ദാ, നീ എന്തേലും ഒന്ന് പറയടാ. ഇല്ല രാധമ്മേ, രാജു ഒന്നും പറയില്ല. രാജു ഒന്നും മിണ്ടില്ല. കാരണം രാജുവിന് എന്നെ ഇഷ്ടല്ല. രാജുവിന് എന്നെ വേണ്ട. പക്ഷെ എനിക്ക് രാജുവിനെ വേണം. എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രാജുവിനെയാ.